ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടനാടൻ സ്റ്റൈലിലുള്ള താറാവ് കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ഒരു 3/4 കിലോ താറാവ് ഇറച്ചി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. 2 സവോള ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞത്, 10-12 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട, കുരുമുളക് ചതച്ചെടുക്കാനുള്ളതാണ്, 3-4 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 8-10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ നാരങ്ങയുടെ നീര് നമുക്ക് ആവശ്യമാണ്, ആവശ്യത്തിന് വേപ്പില, പിന്നെ തേങ്ങാക്കൊത്ത്. ഇത്രയും തേങ്ങാക്കൊത്ത് മിക്സിയിലിട്ട് അടിച്ച് തേങ്ങാപ്പാൽ എടുക്കേണ്ടതാണ്, പെരിഞ്ജീരകം. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ബാക്കി പൊടികളൊക്കെ ചേർക്കുന്നത് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ താറാവിറച്ചിയിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കാം. ഇവിടെ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇറച്ചി വേവിക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് മുറിച്ചതും കുറച്ച് വേപ്പിലയും പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗരം മസാല നേരത്തെ ഇറച്ചി മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 4 ചൂളം വരെ കേട്ടാൽ മതി. ഇവിടെ ഇപ്പോൾ മുഴുവനായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ബാക്കി നമ്മൾ തേങ്ങാപ്പാലിലൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ മുഴുവനായിട്ട് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഇവിടെ 4 ചൂളം കഴിഞ്ഞു. ഇനി കുക്കർ തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ ഇറച്ചി അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവോളയൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക് എന്നിവ ഇട്ട് കൊടുക്കാം. ഈ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം മാത്രം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ആദ്യമേ ഇട്ട് കൊടുക്കരുത്, കാരണം ഇഞ്ചി പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉള്ളി ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുത്തത്. അതിന് പുറകെയായിട്ട് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും സവോള അരിഞ്ഞതും വേപ്പിലയും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് മാത്രമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇറച്ചി വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പെട്ടെന്ന് സവോള വഴറ്റി കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നീട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിയും സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഗ്രാമ്പു ഒരു 5 ഗ്രാമ്പുകളും ഉണ്ട്. പിന്നെ ഇത്രയും കറുകപ്പട്ട, ഏലക്ക ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിൻ്റെ പച്ചക്കുത്തൽ മാറുന്നത് വരെ, ഈ പൊടികളുടെ പച്ചക്കുത്തൽ മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കുറച്ചുകൂടി വേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ട ടൈമാണ്, 2ാം പാല്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നത് തേങ്ങാക്കൊത്തായിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു തേങ്ങാമുറി എടുത്തിട്ട് തേങ്ങാപ്പാൽ എടുക്കുക കേട്ടോ. നമ്മളിതാ 2ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് ഗ്രേവി ആയിട്ട് വരണം. കുറച്ച് ഗ്രേവി ആയിട്ട് വരണം. ഇപ്പോൾ ഇവിടെ തിളച്ചിട്ട് നന്നായിട്ട് കുറച്ച് ഗ്രേവി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നമ്മുടെ ഇറച്ചി ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനിയിപ്പോൾ ഗ്രേവിയിലൊക്കെ കിടന്നിട്ട് ആ ഇറച്ചി നന്നായിട്ട് വെന്ത് വരണം. ഇവിടെ 2ാം പാലിൽ കിടന്നിട്ട് ഇറച്ചി നല്ലപോലെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് 1ാം പാല് ഒഴിച്ചു കൊടുക്കാം.
ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പോ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള എരിവിൻ്റെ അളവെന്ന് പറയുന്നത് പാകമാണ്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് വന്നാൽ മതി. മൂടിയൊന്നും വെക്കണ്ട. ഇങ്ങനെ തന്നെ തിളച്ചിട്ട് ഒന്ന് വറ്റി കുറച്ച് ഗ്രേവി ആയിട്ട് വരണം. ഇതായിപ്പോൾ ഇവിടെ കുട്ടനാടൻ സ്റ്റൈലിലുള്ള താറാവ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പത്തിരിയുടെ കൂടെയാണ് കഴിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കറിക്ക്. പത്തിരിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.